ഫ്ലാഷ് ഫോണുകളിൽ ഈ വർഷം വരാനുള്ളത് ഇനി ഐഫോൺ 16 സീരീസ് ആണ്. സാംസങ് ഗാലക്സി S24, OnePlus 12 എന്നിവ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ഈ സെഗ്മെന്റിൽ പകരക്കാരില്ലാത്ത ഐഫോൺ ഈ മോഡലുകളോട് ഇപ്പോൾ ഒപ്പം നിൽക്കുന്നതും കഴിഞ്ഞ വർഷത്തെ സുപ്രധാനമായ ഐഫോൺ 15 സീരീസുമായാണ്. ഈ വർഷം ഏതാണ്ട് പകുതിക്ക് ശേഷം ഐഫോൺ 16 സീരീസ് വിപണിയിൽ എത്തിയേക്കും എന്നാണ് സൂചന. ഇതിനിടെ ഈ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി റൂമറുകളും ലീക്ഡ് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ പലതും വിപണിയിലെ പ്രധാന എതിരാളികളായ സാംസങ്ങിനെ ഉൾപ്പെടെ ഭയപ്പെടുത്തുന്നതാണെന്നാണ് സാരം. ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഐഫോൺ 16 സീരീസ് സ്മാർട്ട് ഫോണുകൾ അവരുടെ AI പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുന്ന അപ്ഗ്രേഡ് ഹാർഡ്വെയർ ഉപയോഗിച്ച് സജ്ജീകരിക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഐഫോൺ 15 ലൈനപ്പിനെ പിൻഗാമികൾക്ക് ഇതിലൂടെ iOS 18 വേണ്ടി ഒരു മെച്ചപ്പെടുത്തിയ പ്രോസസ്സർ സജ്ജീകരിക്കാൻ കഴിയും. ആപ്പിളിൻ്റെ അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റിനൊപ്പം ഉൾപ്പെടുത്താവുന്ന നിരവധി പുതിയ AI സവിശേഷതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നതായിരുന്നു. എതിരാളികളായ സാംസങ് അടുത്തിടെ ഗാലക്സി S24 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരുന്നു. അവയിൽ ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊണ്ടിരുന്നു. iOS 18 അപ്ഡേറ്റിനൊപ്പം വരുന്ന ചില റൂമറുകൾ പറയുന്ന AI ഫീച്ചറുകൾ ഏറ്റവും പുതിയ ഐഫോൺ 16 സീരീസിൽ മാത്രമായി പരിമിതപ്പെടുത്താനുള്ള കാരണം കോറുകളുടെ എണ്ണം കൂടുന്നതാണ്. എങ്കിലും കോർ കൗണ്ട് ഉയർത്താതെ തന്നെ സമീപകാലത്തിറങ്ങിയ ഐഫോൺ മോഡലുകളിൽ ന്യൂറൽ എഞ്ചിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ആപ്പിളിന് കഴിഞ്ഞുവെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ ഐഫോണുമായി ബന്ധപ്പെട്ട മറ്റ് ഫീച്ചറുകളെക്കുറിച്ചുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. ഐഫോൺ 16 പ്രോയും പ്രോ മാക്സും വലിയ ഡിസ്പ്ലേകളുമായാണ് എത്തുന്നതെന്ന അഭ്യൂഹവുമുണ്ട്. ഇത് യഥാക്രമം 6.27, 6.86 ഇഞ്ച് വലിപ്പങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഐഫോണിലെ സ്ക്രീൻ ഡിസ്പ്ലേ അനുഭവങ്ങളെ മറ്റൊരു തലത്തിൽ എത്തിക്കുമെന്നാണ് പുതിയ വിലയിരുത്തൽ. ഇതിനു പുറമെ ഐഫോൺ 16 സീരീസിന്റെ അടിസ്ഥാന മോഡലുകളിൽ വെർട്ടിക്കൽ ക്യാമറ ലേഔട്ട് അവതരിപ്പിക്കുന്നതോടെ ശ്രദ്ധേയമായ ഒരു ഡിസൈൻ ഷിഫ്റ്റ് കൂടി ഇതിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ കുറച്ചധികം ഫോണുകളിൽ അവതരിപ്പിച്ചു പോന്നിരുന്ന ഡയഗണൽ ക്യാമറ സംവിധാനം മാറുന്നതോടെ ഐഫോൺ കാഴ്ചയിൽ തന്നെ വ്യത്യസ്തത പുലർത്തുമെന്നത് ഉറപ്പാണ്.